ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ C++ പ്രോഗ്രാം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അല്ലേ ഒരുപാട് രീതിയിലുള്ള എറേഴ്സ് നമുക്ക് അവിടെ എന്ത് ചെയ്യാറുണ്ട്, സംഭവിക്കാറുണ്ട്. സോ മോസ്റ്റ് കോമൺ ആയിട്ട് ഈ ഒരു C++ പ്രോഗ്രാമിൽ നമുക്ക് ഉണ്ടാവുന്ന എറേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമുക്കറിയാം, നമ്മൾ പ്രോഗ്രാം ചെയ്ത് തുടങ്ങുന്നത് മുതൽ തന്നെ പല രീതിയിലുള്ള എറേഴ്സിലെ നമ്മൾ വരുത്തുന്ന ചെറിയ മിസ്റ്റേക്കുകൾ കാരണം തന്നെ എന്ത് ചെയ്യാം, ഒരുപാട് എറേഴ്സ് ആ എൻറ്റയർ പ്രോഗ്രാമിൽ നമുക്ക് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ എറേഴ്സിനൊക്കെ ടോട്ടലി നമ്മൾ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഒന്ന് സിൻടാക്സ് എററാണ്, രണ്ടാമത്തത് ലോജിക്കൽ എററാണ്, മൂന്നാമത്തത് റൺ ടൈം എററാണ്. ഇങ്ങനെ 3 എറേഴ്സ് ആയിട്ട് എൻറ്റയർ എറേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് എററായ സിൻടാക്സ് എറർ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റൂൾസ് ഫോളോ ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോർഡ് മാസ് എന്ന് പറയുന്ന റൂൾ അല്ലേ, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ അല്ലേ. ഇതിൽ നമ്മൾ ഫസ്റ്റ് അഡീഷൻ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിവിഷന് പകരം ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എറർ നമുക്ക് അവിടെ സംഭവിക്കാം. ഇതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു റൂൾസ് ഫോളോ ചെയ്യുന്നില്ല, നമ്മൾ റൂൾസ് എഴുതുന്നത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒരു എററാണ് സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്നതാണ് ലോജിക്കൽ എറർ എന്ന് പറയുന്നത്. ലോജിക്കൽ എറർ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ് എന്ന് പറയാം. നമുക്കറിയാം, ഇപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് വരേണ്ടി വരും, അതിനുശേഷമായിരിക്കും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരിക, അതിനുശേഷമായിരിക്കും നമുക്ക് കാൽക്കുലേഷൻ വരേണ്ടി വരിക. എന്നാൽ ഇതൊക്കെ ഒരു പ്രോപ്പർ അഥവാ ഒരു ലോജിക്കൽ ഓർഡറിലല്ല, ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എഴുതുന്ന സ്റ്റെപ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസോൾവ് ആയി പോവാണ്, മാറിപ്പോവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാവുന്ന എററാണ് ലോജിക്കൽ എറർ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് മൂന്നാമതായിട്ട് വരുന്ന ഒരു എററാണ് റൺ ടൈം എറർ എന്ന് പറയുന്നത്. ഈ റൺ ടൈം എറർ മെയിൻലി സംഭവിക്കുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ തെറ്റാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ റോങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലായിരിക്കും മെയിൻലി നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ടാവുക, റൺ ടൈം എറർ സംഭവിക്കുന്നുണ്ടാവുക. അഥവാ പ്രോഗ്രാം കമ്പൈലേഷൻ കഴിഞ്ഞ് പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഇൻപുട്ട് ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ആ ഒരു എറർ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇത് 3 എണ്ണമാണ് നമുക്ക് ഈ ഒരു C++ പ്രോഗ്രാമിൽ കോമൺ ആയിട്ട് സംഭവിക്കുന്ന 3 തരത്തിലുള്ള എറേഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.